ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ 3 തരത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗീ റോസ്റ്റ്, ഒണിയൻ ദോശ, എഗ് ദോശ. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ദോശയുടെ ബാറ്ററാണ്. ഞാനിവിടെ അതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. 1 കപ്പ് പച്ചരിയും 1/2 കപ്പ് ഉഴുന്ന് പരിപ്പും 1 ടീസ്പൂൺ ഉലുവയും 3 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴുകിയിട്ട് മിക്സിയിലൊന്ന് അത് മുങ്ങാനുള്ള അത്രയും വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. 1 പിടി ചോറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, ബാറ്റർ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു രാത്രി ഫുള്ളായിട്ട് ഇത് പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ദോശമാവ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് സവാള ഇതേപോലെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ എടുത്താൽ മതി. അതേപോലെ കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട്, അതും ഓപ്ഷണലാണ്. കുറച്ച് മല്ലിയില, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇനി നമുക്ക് ആദ്യം തന്നെ എഗ്ഗ് ദോശ ഉണ്ടാക്കാനുള്ള മിക്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാ ദോശയും ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് തക്കാളി, ക്യാരറ്റ്, ബീൻസ്, മല്ലിയില, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമുക്ക് ഏതിന്റെ ഫ്ലേവർ ആണോ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അത് കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തർക്കും അവിടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ക്യാരറ്റും ബീൻസും ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. പച്ചമുളക് ഞാനിവിടെ കുറച്ച് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ അതുപോലെ എടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ദോശമാവ് ഒഴിച്ചിട്ട് അതിന്റെ മുകളിലാണ് കോഴിമുട്ടേന്റെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവുക. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപ്പിടരുത്. ഒരുപാട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ദോശമാവിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ദോശ റെഡിയാക്കിയെടുക്കാം. ബാക്കിയുള്ള സവാളയും മല്ലിയിലയും പച്ചമുളകൊക്കെ ഒണിയൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെക്കുകയും ചെയ്യാം. ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്കിന്റെ തവിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏതിലാണോ ദോശ ഉണ്ടാക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഓയിൽ തടവി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ദോശമാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കല്ല് ചൂടായതിനു ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ദോശമാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. ഇതേപോലെ ചുറ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെക്കണം. ആദ്യം തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദോശ ഒഴിക്കുന്ന ടൈമിൽ തന്നെ ശരിയായിട്ട് കിട്ടൂല, നമുക്ക് ചുറ്റിച്ചെടുക്കാനൊന്നും പറ്റൂല. അപ്പോൾ കല്ല് ചൂടായതിനു ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഗീ റോസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയെടുക്കുക. എന്നിട്ട് ഈ സൈഡൊക്കെ കണ്ടില്ല, ഒന്നിങ്ങനെ ക്രിസ്പി ആയിട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മോൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളിത് മൂടിയൊന്നും വെക്കുന്നില്ല, ഇതേപോലെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. എല്ലാ സമയത്തും നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, എന്നിട്ട് മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഫ്ലെയിം കൂട്ടി വെക്കാൻ. അങ്ങനെ ആകുമ്പോൾ എപ്പോഴും ദോശ നന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി തവിയിൽ കുറച്ച് ചൂടൊക്കെ അധികം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം തടവി കൊടുത്തിട്ട് ചൂടൊന്ന് ബാലൻസ് ചെയ്യാട്ടോ. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ദോശ നമുക്ക് റെഡി ആയിട്ട് കിട്ടില്ല.
അപ്പോൾ ഈ ദോശ നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് മടക്കിയെടുക്കാം. രണ്ട് സൈഡിൽ നിന്നും ഒന്ന് നന്നായിട്ട് മടക്കിയെടുക്കാം. ഇതിപ്പോൾ ചെറിയ തവി ആയതുകൊണ്ടാട്ടോ ഇത്ര ചെറിയ ദോശ. അല്ലെങ്കിൽ സാധാരണ ഗീ റോസ്റ്റൊക്കെ നല്ല വലിപ്പം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് പറ്റിയ രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഗീ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തവിയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഞാനിതിൽ ഒണിയൻ ദോശയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇതേപോലെ ചുറ്റിയെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദോശ വെന്ത് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിന്റെ മുകളിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരുപാട് സവാള ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് സവാളയുടെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സവാള ഒക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചധികം സവാള ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ എല്ലാ സൈഡിലേക്കും ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ, കാരണം നമ്മൾ ഇതിന്റെ മുകളിലാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെക്കാം. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ഈ ദോശ ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ ഇപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൊരിച്ചെടുക്കാം. വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ മൂടിയൊന്നും വെക്കുന്നില്ല, കാരണം നല്ല തിന്നായിട്ടാണ് ദോശമാവ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടില്ല, അപ്പൊ തന്നെ സൈഡിലൊക്കെ മൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് കാണാം, കണ്ടില്ലേ. അപ്പൊ മൊരിഞ്ഞ് വരാൻ തുടങ്ങിയോണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ടുണ്ട്, മോൾ ഭാഗം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇനി ഒന്ന് ജസ്റ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ പുറത്തേക്ക് നിൽക്കുന്ന ഈ പച്ചമുളകിന്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒണിയൻ ദോശ ഇപ്പൊ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് മടക്കി കൊടുക്കാം. ഒണിയൻ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി ഞാനിവിടെ എഗ്ഗ് ദോശയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും പാന് ലോ സിമ്മിലിട്ടു. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കോരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാറ്. ചെറിയ കോരിയാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൽ 1.5 കോരിയാണ് ദോശമാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന എഗ്ഗിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ദോശമാവ് വെന്ത് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ എഗ്ഗിന്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എങ്കിലേ ദോശയോട് കൂടിയിട്ട് തന്നെ ഇത് വെന്തിട്ട് വരുള്ളൂ. അപ്പൊ നമുക്കിത് മൊത്തമായിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം കോഴിമുട്ട മിക്സ് ഇതിന്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാവുന്നതാണ്, എങ്കിലേ ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പൊ ഞാനൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രിസ്പി ആയി വന്നതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ കോഴിമുട്ടയുടെ മിക്സ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ദോശ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വെന്താൽ മതി. ഒന്നിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇതിപ്പോ ഇവിടെ 1 മിനിറ്റ് ആയിട്ടോ. അപ്പൊ ഇതിന്റെ ഈ സൈഡും നന്നായിട്ട് തന്നെ വെന്ത് വന്ന്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഒരുപാട് ടൈം വെക്കരുത്, അങ്ങനെ വെച്ച് കഴിഞ്ഞാല് കോഴിമുട്ടയുടെ മിക്സ് ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പൊ നമുക്കിത് ഇനി മാറ്റി കൊടുക്കാം. 3 തരത്തിലുള്ള ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗീ റോസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഒണിയൻ ദോശയും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എഗ്ഗ് ദോശയും ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒണിയൻ ദോശയും എഗ്ഗ് ദോശയൊക്കെ കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതേപോലെ തന്നെ ഇത് കഴിക്കാവുന്നതാണ്. കറി ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ചട്നിയോ കറിയോ ഒന്നും ആവശ്യമില്ല.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.